മണിച്ചിത്രത്താഴ് കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു. ലാസ്റ്റ് ഷോട്ടിൽ ഓടിയെത്തുന്ന ഇതിൽ ചുമന്ന സാരിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. ആ ഷോട്ട് എപ്പോഴും ഓർക്കാറുണ്ട്. ഒരു ടാറ്റ കൊടുക്കായിരുന്നില്ലേ? ഞാൻ ചോദിച്ചതാ, ഞാൻ ചോദിച്ചിരുന്നു ഫാസിൽ സാറിനോട് ഒരു ടാറ്റ വേണ്ടേ എന്ന്. അതൊന്നും വേണ്ടെന്നാണ് ഫാസിൽ സാർ പറഞ്ഞത്. നേരെ ആ സീനിന്ന് അതേപടി ഇങ്ങനെ കൊണ്ടുവച്ച് ശ്രീദേവിയുടെ മുമ്പിലിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര ക്യൂട്ടായിട്ടൊരു പ്രപ്പോസൽ സട്ടിൽ വേല് പറഞ്ഞിട്ടും ശ്രീദേവി തിരിച്ചൊന്നും പറയുന്നില്ല. ഇപ്പൊ മാം ഇവിടെ ഇരുന്നിട്ട് ശ്രീദേവി ആയിക്കൊണ്ട് ആ ഡയലോഗിന് ഒരു മറുപടി. ഒരുപാട് എന്നെയും പരീക്ഷിച്ചില്ലേ, അതുപോലെ ഞാനും ഒന്ന് സന്നിയെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ലാലേട്ടൻ തീർച്ചയായിട്ടും ഒരു കോംപ്ലിമെന്റ് തന്ന് കാണുമല്ലോ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ശ്രീദേവിയെ മാത്രമേ ഓർമ്മ വരുന്നു, നിങ്ങളെ കാണുമ്പോൾ മണിച്ചിത്രത്താഴ് മാത്രമേ ഓർക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ രണ്ടുപേരും ആക്ച്വലി ഇപ്പൊ മണിച്ചിത്രത്താഴിന്റെ റിലീസ് ഒരു സ്പെഷ്യൽ ഷോ കണ്ടിട്ടിരിക്കുകയാണ്. അപ്പൊ നേരെ ആ സീനിന്ന് അതേപടി ഇങ്ങനെ കൊണ്ടുവച്ച് ശ്രീദേവിയുടെ മുമ്പിലിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ആ ലാസ്റ്റ് സീനിലൊരു റെഡ് സാരി കൂടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഓൺ പേർപ്പസ് ഇട്ടതാണോ? പേർപ്പസ്ലി തിരഞ്ഞെടുത്ത് ഇട്ടതാണ്. മണിച്ചിത്രത്താഴ് കണ്ടിട്ട് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിരുന്നു, പലവരും പറഞ്ഞിരുന്നു, ലാസ്റ്റ് ഷോട്ടിൽ ഓടിയെത്തുന്ന ഇതിൽ ചുമന്ന സാരിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു. ആ ഷോട്ട് എപ്പോഴും ഓർക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 4K റെസൊല്യൂഷനിലുള്ള ഈ മണിച്ചിത്രത്താഴിനെ കാണാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പം എൻ്റെ വാർഡ്രോബ് തപ്പി നോക്കിയിട്ട് ഒരു റെഡ് സാരി തന്നെ വേണം, കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള വിത്ത് പച്ച ബോർഡർ ഉണ്ട്, അതിൽ ചെറിയൊരു ബോർഡർ ഉണ്ട്, അതുപോലത്തെ സാരി തന്നെ വേണമെന്ന് ഞാൻ തപ്പി നോക്കിയിട്ടാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വന്നത്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഫ്രണ്ട്സ് ഒക്കെ താഴെ ഇരുന്നപ്പോൾ നമ്മൾ പറയുന്നു, എടാ മാം ഇട്ടിട്ട് പോയിട്ട് ഈ സാരിയില്ലേ, നമുക്ക് നോക്കാം, ഇത് കഴിവേ നമുക്ക് നോക്കാൻ പറഞ്ഞിട്ടിരിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഓക്കെ ഇത്ര സിൽക്ക് അല്ല, അത് ചെറിയ ബോർഡറാണ്. ആ ഓടി വരുന്ന സീനെ പറ്റിയിട്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. അന്നത് ഷൂട്ട് ചെയ്യാനായിട്ട് ഫാസിൽ സാർ പറയുമ്പോ മാം തന്നെ പറഞ്ഞു ആ കഥ. ഞാൻ പറയൂ എന്താണ് കഥ, അത് ശരിയാണോ നേരെയാണോ അല്ലേ എന്നുള്ളത് ഓക്കെ. ഞാൻ കേട്ടത് ഫാസിൽ സാറ് ഇങ്ങനെ ഓടി വരൂ അവിടുന്ന് വിനയ എന്ന് പറയായിരുന്നു. അപ്പൊ യു ഡിഡ് നോട്ട് ഹാവ് എനി ക്ലൂ എന്തിനാ ഞാൻ ഓടുന്നത്, വെറുതെ ഓടിയതാ. ലാസ്റ്റ് സിനിമ കണ്ടപ്പോഴാണോ ഓ ഇത് ഇങ്ങനെ റെലവൻസ് ഉള്ള സീനാണ് ഇല്ലേ എന്ന്. ശരിയാണ്, ശരിയാണ്. ഒന്ന് ഓടി വരണം, ഒന്ന് നോക്കിക്കൊണ്ട് ഓടി വരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എവിടെയാ നോക്കിക്കൊണ്ട് ഓടി വരേണ്ടത്, ആരെയാ നോക്കിക്കൊണ്ട് വരേണ്ടത്, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു ചെറിയ സ്മൈലിലാണ് വേണ്ടത്, ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പ്, ഇതിലാണ് ഓടി വരുന്നത്. ഒരു പോസിറ്റീവ് ഇതാണ്. അപ്പൊ നോക്കിക്കൊണ്ട് ഓടി വരണമല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തു, ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് ഓടിയെത്തിയത്. അപ്പോൾ അതിൽ ഒരു ചെറിയ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ടാറ്റ കൊടുക്കായിരുന്നില്ലേ? വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചിരുന്നു ഫാസിൽ സാറിനോട് ഒരു ടാറ്റ വേണ്ടേ എന്ന്, അല്ലെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഇത് വേണ്ട, എന്തെങ്കിലും സിയു എന്നുള്ളതൊക്കെ അന്നത്തെ കാലത്ത് കൂടുതലൊന്നും ഇല്ല. അത്രയും ബോൾഡ് ക്യാരക്ടർ ഒന്നും അല്ലല്ലോ, വീട്ടിൽ കഴിയുന്ന കുട്ടിയാണല്ലോ. അപ്പോൾ ഒരു ടാറ്റ ചോദിച്ചിരുന്നു. ഒരു കൈയെങ്കിലും ഇങ്ങനെ പൊക്കാൻ ശ്രമിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞ് കൈ താഴെ ആക്കണോ, ഇതൊക്കെ ചോദിച്ചിരുന്നു. അതൊന്നും വേണ്ടെന്നാണ് ഫാസിൽ സാർ പറഞ്ഞത്. ഒന്നും വേണ്ട, വെറുതെ ഒന്ന് നിന്നാ മതി. വിനയുടെ സജഷനിൽ കാറ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവസാനത്തെ ഷോട്ടിൽ എനിക്ക് മനസ്സിലായത്. അതാണ് അപ്പൊ ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്. ഒന്നുമല്ല, അത് ഇടയ്ക്കിൽ തൃപ്പൂണിത്തുറ പാലേസിൽ വെച്ച് ഷൂട്ടുള്ളപ്പോൾ ആ ഷെഡ്യൂൾ ഉള്ളപ്പോഴാണ് അവിടുത്തെ ലാസ്റ്റ് ഷോട്ടായിരുന്നു. അതല്ലാതെ അത് കഴിഞ്ഞ് പിന്നെ നാഗർകോവിൽ പോയി, അവിടെ ശോഭനയുടെ ഡാൻസ് പിന്നെ അവിടെയൊക്കെ കാണുന്നില്ലേ, ആ ക്ലൈമാക്സ് ഒക്കെ കാണുന്നില്ലേ, അതൊക്കെ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഇപ്പൊ ഈ കൈ പൊക്കുന്ന ഇത് പറഞ്ഞപ്പോ ഫാസിൽ സാർ പറഞ്ഞു അതുപോലും വേണ്ട പറഞ്ഞു. ഞാൻ പലപ്പോഴും ഈ സിനിമ കാണുമ്പോൾ ആലോചിക്കും, ഇത്ര ക്യൂട്ടായിട്ടൊരു പ്രപ്പോസൽ സട്ടിൽ വേല് പറഞ്ഞിട്ടും ശ്രീദേവി തിരിച്ചൊന്നും പറയുന്നില്ല. ഇപ്പൊ മാം ഇവിടെ ഇരുന്നിട്ട് ശ്രീദേവി ആയിക്കൊണ്ട് ആ ഡയലോഗിന് ഒരു മറുപടി പ്ലീസ് നമ്മൾ ഓഡിയൻസിന് വേണ്ടിയിട്ടൊന്ന് പറയൂ. അല്ല, ഇപ്പൊ വിനയ പ്രസാദായിട്ട് വേറൊരു പുതിയ ശ്രീദേവി ആയിട്ട് എനിക്ക് പറയാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ശ്രീദേവി ആയിട്ട് ഒരിക്കലും പറയാനൊന്നും പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒന്ന് ആലോചിച്ച് നോക്കുക, കഥയിൽ വെച്ച് നോക്കുമ്പം ഇപ്പോൾ സണ്ണി അവരുടെ ഇഷ്ടം ശ്രീദേവിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ബ്രാഹ്മൺ തറവാടാണ്, സണ്ണി ക്രിസ്ത്യൻ ആണ്.
അച്ഛൻ സമ്മതിക്കുവോ, അമ്മ സമ്മതിക്കുവോ എന്നുള്ള എല്ലാ എന്താ സംശയങ്ങളും ഉണ്ടാവും അല്ലേ? ഒന്ന് ആലോചിക്കൂലേ ശ്രീദേവി? പക്ഷെ അവിടെ ആ ഷോട്ടിൽ വെച്ച് ആലോചിച്ചില്ല. കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഉണ്ടായത്, പിന്നെ ഒരു എന്താ ഒരു തൃപ്തഭാവം, ഒരു നാണം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുമ്പം ശ്രീദേവി അങ്ങനെ ബോൾഡ് ക്യാരക്ടർ ഒന്നും അല്ല, ഒരു പാവം നാടൻ സ്ത്രീയാണ്. അപ്പോ അങ്ങനെ പെട്ടെന്നൊന്ന് മറുപടി പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കണ്ണുകൊണ്ട് മാത്രമേ ഇങ്ങനെ നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ? അതെ അതെ. അപ്പൊ ഇപ്പോഴത്തെ വിനയ പ്രസാദ് ഇപ്പോഴത്തെ ശ്രീദേവി ആയിട്ട് ഒരു മറുപടി കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ വേണേ എന്റെ അമ്മച്ചിയെ ഇങ്ങോട്ട് വരാം, വിടാം, ഞങ്ങള് നസ്രാണികൾക്ക് ചൊവ്വാദോഷത്തിലൊന്നും വിശ്വാസം ഇല്ല, ഞങ്ങൾ ഡയലോഗ് ഒന്ന് പ്ലേ ചെയ്യണോ ആ ഒരു മൂഡ് കിട്ടാൻ? ഇല്ല കുഴപ്പമില്ല, എനിക്കറിയാം, കുറെ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. സോ അങ്ങനെ ഞാനിത് ചിന്തിച്ചില്ല കേട്ടോ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന് വരുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഒരു പ്രതീക്ഷ ഇല്ലാതെയാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ അങ്ങനെ ആണെങ്കിൽ ഒരു പുതിയ 4K ശ്രീദേവി ആവുമ്പം ഒരു മറുപടി നോക്കട്ടെ, ഒരുപാട് എന്നെയും ഇത് ചെയ്തില്ലേ, പരീക്ഷിച്ചില്ലേ, അതുപോലെ ഞാനും ഒന്ന് സന്നിയെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്നിട്ട് എനിക്ക് ഒരു തൃപ്തി അതിൽ കിട്ടിയാൽ മാത്രമേ എൻ്റെ യെസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് നോക്കാം. അടിപൊളി. ഇപ്പൊ പറഞ്ഞു ഒരുപാട് തവണ ഈ ഡയലോഗ് കേട്ടതാണ് പറഞ്ഞല്ലോ മാം ആക്ച്വലി എത്ര തവണ മണിച്ചിത്രത്താഴ് കണ്ടിട്ടുണ്ട്? എത്ര പ്രാവശ്യം ടി വിയിൽ വന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം ഞാൻ അതിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു, അത്രയും പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആണോ? അതായത് ഒരു 100-200 വട്ടത്തിന് മേലെ കണ്ടിട്ടുണ്ടാവും. ആണോ? അതെ അതെ. കൊച്ചു കുട്ടികളോടൊപ്പം കണ്ടിട്ടുണ്ട്, പിന്നെ മിഡിൽ ഏജ്, പിന്നെ യങ്സ്റ്റേഴ്സ്, പിന്നെ എൽഡേഴ്സ്, എല്ലാ ഏജ് ഗ്രൂപ്പിന്റെ കൂടെയും ഇരുന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്നത് വെറും ഒരു സിനിമ അല്ല, ഒരു വലിയ സംഭവമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സംഭവമാണ്. എവിടെ പോയാലും ശ്രീദേവി ശ്രീദേവി ശ്രീദേവി. ഈ ആദ്യ തുടക്കത്തിലൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, മണിച്ചിത്രത്താഴ് റിലീസായി വലിയ ഹിറ്റാണെന്നൊക്കെ മനസ്സിലായി. പക്ഷേ ഇത്രയും ഒരു ക്യാരക്ടർ ഇമ്പാക്റ്റ്, ഇത്രയും ഈ ക്യാരക്ടറിനെ കുറിച്ച് ഇത്രയും ഇത് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഒരു കൃഷ്ണകുടിയിലെ പ്രണയകാലത്ത് മഞ്ജു വാര്യറും ബാലചന്ദ്ര മേനോനും തന്നെ ഞാനുമൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം കുറേ ആൾക്കാർ ഷൂട്ടിംഗ് കാണാനായിട്ട് വന്നിരുന്നു. പുറത്തൊരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഷൂട്ടുണ്ടായിരുന്നു. ശ്രീദേവി ശ്രീദേവി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. എനിക്ക് മനസ്സിലായില്ല ആരൊക്കെയോ വിളിച്ചോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനത് വിട്ടു. പിന്നെ മഞ്ജു ആണ് പറഞ്ഞത്, മഞ്ജു വാര്യർ ചേച്ചിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്ന് തിരിഞ്ഞ് നോക്കുന്ന്. അതെയോ എന്നെയോ? അപ്പോഴാണ് എനിക്ക് കയറിയത്, ഓ ഇത് മറ്റേ അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ, അപ്പൊ ഇത് എത്രത്തോളം വൈറൽ ആണെന്നുള്ളത് നമുക്കറിയില്ല. സോ അങ്ങനെ പറ്റിപ്പോയത്. സി ദിസ് ഇസ് വൈ ഐ കോൾ ഇറ്റ് ആസ് എ സംഭവം. യെസ്, എ കൾട്ട് ക്ലാസിക് ഫിലിം മണിച്ചിത്രത്താഴ്. മാം അപ്പോൾ 31 ഇയേഴ്സ് അപ്പാർട്ട് ഇന്നത്തെ യൂത്തിന്റെ ഒപ്പം ഇരുന്ന് മാം ഈ സിനിമ ഇന്ന് കാണുകയാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ ഓരോ സീൻ വരുമ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന സീനിൽ വരെ ചിരി വരുന്നുണ്ട്. ആൾക്കാർക്ക് ഭയങ്കര പ്രെഡിക്റ്റഡ് ആണ്. ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും കയ്യടി, ഭയങ്കര ബഹളവും, അങ്ങനൊരു ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു ഇന്നത് കാണുമ്പോൾ. അങ്ങനെ ഒരു ക്രൗഡിന്റെ കൂടെ ഇരുന്ന് ഇന്ന് സിനിമ കണ്ടപ്പോൾ മാമിന് എന്താ തോന്നിയ? ഞാൻ ഓർത്തത് ആദ്യം പ്രീമിയർ ഷോ, ഫസ്റ്റ് 31 ഇയേഴ്സ് ബാക്ക് പ്രീമിയർ ഷോ ഞാൻ കണ്ടത് എറണാകുളത്ത് തന്നെ. ആ തിയേറ്ററിൻ്റെ പേര് എനിക്ക് മറന്നുപോയി. അന്നത്തെ കാലത്ത് PVR, ഐനോക്സ് ഇതൊന്നുമില്ല, ഈ മൾട്ടിപ്ലെക്സസ് ഒന്നുമില്ല, 4K അല്ല, ഒന്നുമല്ല, ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡൻറ്റ് തിയേറ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിലുള്ളതിൽ നല്ല ഒരു തിയേറ്ററിലാണ് ഈ റിലീസ് നടന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാനുണ്ടായിരുന്നു പടം കാണാനായിട്ട്. ഒട്ടും പ്രതീക്ഷയില്ല, ആർക്കും ഒരു പ്രതീക്ഷയില്ല. എനിക്ക് പോലും അറിയില്ല മുഴുവൻ പടം എന്താണെന്നുള്ള കാര്യം, എനിക്കും അറിയില്ല. ഒരു ഊസി വീണാലും, ഒരു സൂചി വീണാലും നമുക്ക് കേൾക്കാം, അത്രയ്ക്ക് സൈലൻസ് ആയിരുന്നു, അത്രയ്ക്ക് സൈലൻസ്. എന്താണ്, ചിരി ഉണ്ടായിരുന്നു, അപ്പോൾ ചിരിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു പ്രതീക്ഷയോടുള്ള ഒരു വിളിയോ ചിരിയോ കയ്യടിയോ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞട്ടിരുന്ന് നോക്കി എല്ലാവരും.
എന്നിട്ട് അവസാനം കയ്യടിയാണ്. പിന്നെയാണ് ഞാൻ അറിയുന്നത് അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ട് പല ദിവസങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് ടിക്കറ്റ് ബുക്ക്ഡ് ആയിരിക്കുന്നു. എന്നിട്ട് പിന്നെയാണ് ഇപ്പോൾ 31 വർഷങ്ങൾക്ക് ശേഷം ഈ 4K റെസൊല്യൂഷനിന് മണിച്ചിത്രത്താഴ് കാണുമ്പോൾ ഇപ്പോൾ പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും മ്യൂസിക് പോലും അറിയാം, റീ റെക്കോർഡിംഗ് അറിയാം, ഇതിന്റെ ഇമ്പാക്റ്റ് അറിയാം, പിന്നെ കിളിപ്പോയത് അറിയാം, കിണ്ടി അറിയാം, എല്ലാവർക്കും ഒരു എന്താ പറയാ മനപ്പാഠം പോലെ. ആ ഡയലോഗ് കൂടി ഗംഗയെന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പറയുന്നത്. ഇത് വീട്ടിലിരുന്ന് കാണുമ്പോഴും ഇതേപോലെയാണ്. മലയാളം അറിയില്ലാത്ത ആൾക്കാരും ഇതുപോലെയാണ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രതീക്ഷകളൊന്നുമില്ല. പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും സറൗണ്ട് സിസ്റ്റം കിട്ടുന്നുണ്ടോ? ഇപ്പോൾ എല്ലാവരും ഇൻഫോംഡ് ആണ്. അന്ന് സിനിമയെക്കുറിച്ച് ആർക്കും, ജനറലി സിനിമയെക്കുറിച്ച് ആർക്കും അത്രയും കൂടുതൽ ഇൻഫർമേഷൻ ഒന്നുമില്ല. ഇപ്പം അങ്ങനെയല്ല. ഏത് മോഡലാണ് ക്യാമറ, എവിടെയാണ് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്, ഹൈലൈറ്റ്സ് ഏതൊക്കെയാണ്, എപ്പോഴാണ് ക്യാമറ മൂവ് ആവുന്നത്, ഓരോ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഈ അറിവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് എല്ലാവരും ഇന്നത്തെ സിനിമ കാണുന്നത്. പ്രത്യേകിച്ച് മണിച്ചിത്രത്താഴ് കാണുമ്പോൾ പിന്നെ ഒരു വ്യത്യസ്തത ഉണ്ട് ഇതിൽ. ഇപ്പോൾ ആദ്യം റിലീസായ മണിച്ചിത്രത്താഴ്, പിന്നെ ഇപ്പോഴത്തെ 4K. ഇപ്പോൾ നേരത്തെ ഹിറ്റായ സിനിമയാണ്, അതിന്റെ ഒരു പ്രീമിയർ ഷോ അല്ലേ? ഹിറ്റ് വീണ്ടും ഹിറ്റാവാൻ പോകുന്നു. വീണ്ടും ഈ സിനിമ ഹിറ്റ് ആവണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ അതെ. പ്രേക്ഷകരെ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മുടെ ശ്രീദേവി ആയിട്ട് വിനയ മാം വരാൻ കാരണം ഒരാളാണ്, നമ്മുടെ സ്വന്തം ഡോക്ടർ സണ്ണി അഥവാ ലാലേട്ടൻ. ശരിയല്ലേ? ശരിയാണ്. അതെങ്ങനെയായിരുന്നു ആ കഥ? ബാംഗ്ലൂരിൽ വെച്ച ഒരു കേരള സമൂഹം ഓണം ആഘോഷം, അതിൻ്റെ ഒരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു. 1992 ഓണം ആ സമയത്തായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ കന്നഡ പടം, ആദ്യത്തെ പടം റിലീസായിട്ട് സൂപ്പർ ഹിറ്റായിരുന്നു. ആ സമയത്താണ് മോഹൻലാൽജി അവിടെ ആ പ്രോഗ്രാമിൽ ഓണം പരിപാടിയിൽ ചീഫ് ഗസ്റ്റായിട്ട് വന്നത്. ഞാനും വൺ ഓഫ് ദി ഗെസ്റ്റ്സ് ആയിരുന്നു. അപ്പോൾ ഞാനും പോയിരുന്നു. അപ്പോൾ മലയാളം അറിയാമോ, തമിഴ് അറിയാമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. സാർ എന്ന് കണ്ടിട്ടില്ല, എനിക്ക് അറിയില്ല. സാറിൻ്റെ ഫിലിംസ് ഞാൻ ഒരുപാട് കണ്ടിരുന്നു. ഓക്കെ, പനോരമ ഫിലിം ഫെസ്റ്റിവൽസിൽ, പിന്നെ ബാംഗ്ലൂരിൽ റിലീസാവുമ്പോൾ അന്നത്തെ ഇൻഡിവിജ്വൽ തിയേറ്റേഴ്സിലും ഞാൻ കണ്ടിരുന്നു. പിന്നെ ടി വിയിൽ വെച്ച് ഒരുപാട് അവാർഡ് വിന്നിങ് ഫിലിംസ്, ഉള്ളടക്കം, കിരീടം, ഇതുപോലത്തെ സിനിമകളൊക്കെ ഞാൻ കണ്ടിരുന്നു. അത് ഞാൻ എൻ്റെ ഇതിൽ പ്രസംഗിക്കുമ്പോൾ ഞാനത് പറഞ്ഞു. മോഹൻലാൽ സാർ വെറുതെ നോക്കിക്കൊണ്ടിരുന്നു. കുറച്ചേ സംസാരിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഫാസിൽ സാറിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു, അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ചെയ്യാം. പിന്നെ ഫാസിൽ സാറിൻ്റെ പേരൊക്കെ കേൾക്കുമ്പോൾ, പിന്നെ മോഹൻലാൽ സാറിൻ്റെ പേര് കേൾക്കുമ്പോൾ ഇല്ല എന്ന് പറയുമോ? ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് പോകുമ്പോൾ ഫാസിൽ സാറാണ് ഷൂട്ടിംഗ് സമയത്ത് പറഞ്ഞത്, ഇത് സജസ്റ്റ് ചെയ്തത് മോഹൻലാൽ സാറാണ്. ശ്രീദേവി എന്നുള്ള ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു നാടൻ പെൺകുട്ടി, ഈ ക്യാരക്ടറിന് വിനയ പറ്റിയ ഇതാണ്. എൻ്റെ മുഴുവൻ പേര് പോലും അറിയില്ലായിരുന്നു സാറിന്. വിനയ എന്നറിയാം, അവരെ കിട്ടുമെങ്കിൽ അവർ നല്ല സൂട്ടബിൾ ക്യാരക്ടർ ആയിരിക്കും, അങ്ങനെയാണ് പറഞ്ഞതെന്ന് ഫാസിൽ സാർ പറഞ്ഞു. ഒരു പ്രാവശ്യം പോലും മോഹൻലാൽ സാർ എന്നോട് ഞാനാണ് സജസ്റ്റ് ചെയ്തത്, അത് ഇത് ഒന്നും പറഞ്ഞില്ല. ഇല്ല.